കാര്യമൊക്കെ പറഞ്ഞാലും ഈ PC ജോർജ് നമ്മളെ ചിരിപ്പിക്കും. കണ്ടാൽ വലിയ ഗൗരവക്കാരനാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇടയ്ക്കിടെ പിച്ചും പേയും തമാശയുമൊക്കെ പറയും. അങ്ങനെ ഒരു തമാശയാണ് ഇന്ന് തട്ടിവിട്ടത്. എന്താണെന്നറിയാമോ? 2029 കേരളത്തിൽ BJP മുഖ്യമന്ത്രി വരുമെന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ ജോർജിന് സമനില തെറ്റിയെന്ന്? പലരും പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല, ഇപ്പോൾ ബോധ്യമായി. മാത്രമോ, മുഖ്യമന്ത്രിക്കിട്ട് ഒരു തൊഴി കൊടുക്കാനും മറന്നില്ല. മാധ്യമങ്ങളെ കാണുമ്പോഴാണ് പൂഞ്ഞാറ്റിലെ ആശാന് ഈ തമാശയൊക്കെ വരുന്നത്. അല്ലാത്തപ്പോൾ പഞ്ചപാവമ്മ, അതായത് ഉറങ്ങുമ്പം. പിണറായി വിജയന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസ്ഥ വരുമെന്നാണ് PC ജോർജിൻ്റെ ശാപവാക്കുകൾ. കേജ്രിവാൾ അകത്ത് പോയപ്പോൾ ഏറ്റവും വലിയ നെഞ്ചെടുപ്പ് പിണറായിക്കാണെന്ന്. കാരണം അന്നേരം ജോർജ് പിണറായിയുടെ അടുത്തുണ്ടായിരുന്നു. പിണറായിയുടെ നെഞ്ചെടുപ്പ് കൃത്യമായി ജോർജ് പിടിച്ചെടുത്തു. കേജ്രിവാൾ കളവും പിടിച്ചുപറിയും നടത്തുമ്പോൾ ഓർക്കണമായിരുന്നു, 7 തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നാൽ അറസ്റ്റ് ചെയ്യുകയല്ലാതെ ഉമ്മ വയ്ക്കണം. കേജ്രിവാളിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെടാതിരുന്നത്? തെറ്റ് ചെയ്തതിനാണ് അറസ്റ്റ്. എന്തിന് മദ്യനയം തിരുത്തിയെന്ന് കേജ്രിവാൾ മറുപടി പറയണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങി. അതിന് LDFും UDFും പിന്തുണ നൽകി. 12:30 വരെയല്ലേ ജുമായുള്ളൂ. ക്രിസ്ത്യാനികളുടെ പ്രമാണങ്ങളിലുള്ള ദിനമാണ് ഞായറാഴ്ച. അന്ന് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. അതിനെ ആരും എതിർക്കാറില്ലെന്ന് ജോർജ് തുറന്നടിച്ചു. സ്ഥിരബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയൂ? എൻ്റെ ഒരു സംശയമാണ്. അതൊരു രാഷ്ട്രീയക്കാരൻ, ഒരു പൊതുപ്രവർത്തകൻ. എനിക്കൊന്നേ ജോർജിനെ ഓർമ്മിപ്പിക്കാനുള്ളൂ. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ താങ്കളെ എന്ത് ചെയ്യുമെന്ന് കാണാൻ കാത്തിരിക്കണമെന്ന്. അതും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോടാണ് സുരേന്ദ്രൻ അത് പറഞ്ഞത്. പിന്നെ ജോർജ് പറഞ്ഞ 2029 കാര്യം, അത് തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും ജോർജെ, BJP കണ്ടുപിടിച്ചവർ പറയുന്നില്ല 2029 BJPയുടെ മുഖ്യമന്ത്രി വരുമെന്ന്. ഇത് കേരളമാണ്. വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അത് ജോർജിനില്ലെങ്കിലും അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ആഴ്ച ഒന്നായി. അതിനു മുൻപേ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് 1ാം ഘട്ടം പ്രവർത്തനവും പൂർത്തിയാക്കി. എന്നിട്ടും BJP മാത്രം 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. BJP സ്ഥാനാർത്ഥികളുടെ 4ാം ഘട്ട പട്ടിക ഇന്ന് പുറത്തുവിട്ടു. അതിലും ഇവിടുത്തെ 4 സ്ഥാനാർത്ഥികളെ കാണാനില്ല. അരിച്ചുപെറുക്കി നോക്കി, കണ്ടില്ല. മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ കഴിയാത്ത പാർട്ടിക്കായി 29 കേരളം ഭരിക്കാൻ മുഖ്യമന്ത്രി വരുന്നത്. ഇന്ന് പുറത്തുവിട്ട പട്ടികയിൽ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകളാണുള്ളത്. കേരളത്തിലെ 4 മണ്ഡലങ്ങളിലെ, അതായത് കൊല്ലം, ഇടുക്കി, ആലത്തൂർ, വയനാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ട് ജോർജെ, ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി കൊച്ചുമക്കളെയും കളിപ്പിച്ചിരിക്കുന്നതാണ് നല്ലത്. കേരളം ആര് ഭരിക്കണമെന്ന് ജനം തീരുമാനിച്ചോളും. അതോർത്ത് ജോർജ് ആശങ്കപ്പെടേണ്ട.